ഇന്നലെ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, എനിക്കറിയാം. അത് ശരിയാവില്ലടോ. അതാ ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞത്. ഐ ആം സോറി. അമീർ പറഞ്ഞതും അവൾ ചിരിച്ച മുഖത്തോടുകൂടി അവനെ നോക്കി. ഏയ്, അത് കുഴപ്പമില്ല, എനിക്ക് ഫീലായിട്ടില്ല, അവൾ പറഞ്ഞു. അത് നിന്റെ കണ്ണും കവിളും കാണുമ്പോൾ അറിയാം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ ചമ്മലോടെ തലതാഴ്ത്തി. അപ്പോൾ ചേച്ചിക്ക് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലേ? കുപ്പായമല്ലേ നേരെയിട്ട് നടക്കൂ, ആൾക്കാരെ ചീത്തയാക്കാതെ, അവൻ കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് പോവാൻ നിന്നതും അവൾ അമീറിനെ ഉറക്കെ വിളിച്ചു. അമി, ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ പോരാ എന്ന്? എന്നെ കണ്ടാൽ ആർക്കും ഇഷ്ടം തോന്നില്ലേ? അവൾ ചോദിച്ചു. അമീർ തിരിഞ്ഞു നോക്കി. അവളെ തലമുതൽ കാൽപാദം വരെ ഉഴിഞ്ഞുകൊണ്ടൊരു നോട്ടം നോക്കി അവൻ. റോസ് ഉള്ളിലേക്ക് പോ, എനിക്ക് വേറെ പണിയുണ്ട്, ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ഗേറ്റ് തുറന്നു കയറി. ഇന്നത്തെ അവൻ്റെ ഇത്തിരി മയമുള്ള പെരുമാറ്റം മതിയായിരുന്നു റോസ് പൂട്ടിക്കെട്ടിയ പ്രണയം വീണ്ടും പുറത്തെടുക്കാൻ. റോസ് ഉടനെ തന്നെ മുറിയിലെത്തി തൻ്റെ കൂട്ടുകാരെ വിളിച്ച് ഇന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയിച്ചു. അവനൊന്ന് മാപ്പ് പറഞ്ഞു കരുതി നീ അവനെ വീണ്ടും വിശ്വസിക്കേണ്ട. എനിക്കെന്തോ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, അച്ചു പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അവൻ്റെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് തോന്നുന്നു. ഇന്ന് അത്രയും മയത്തിലാണ് സംസാരിച്ചത്. നിനക്കറിയോ, എന്നെ നോക്കി ചെറുതായി ചിരിക്കുകയും ചെയ്തു. റോസ് വാചാലയായി പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ത് ചിരിച്ചു എന്നാണ് പറയുന്നത്? കുറച്ച് മയത്തിൽ സംസാരിക്കുമ്പോഴേക്കും നീ സ്വപ്നലോകത്തിലേക്ക് പോകേണ്ട. അവൻ ആരാണ് നിന്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം സംസാരിക്കാൻ? എനിക്ക് അവനാ പറഞ്ഞ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി കാമവന്മാരെ പോലെ, ദേഷ്യത്തിൽ അച്ചു പറഞ്ഞു. അതെൻ്റെ കുഴപ്പമാണ്, ഞാൻ ഡ്രസ്സ് ശരിയായി ഇട്ടിട്ടില്ല. അവൻ എന്തോ കണ്ടു എന്ന് തോന്നുന്നു, നാണക്കേടായി. കുറച്ചു മുമ്പ് നടന്ന ദൃശ്യങ്ങൾ ഓർത്തുകൊണ്ട് ചമ്മലോടെ റോസ് നാക്ക് കടിച്ചു. ചുരുക്കം പറഞ്ഞാൽ അവന് നീ ഫ്രീ ഷോയും കൂടി കൊടുത്തു, അച്ചു പറഞ്ഞു. അതെനിക്കറിയാമോ, ഇവ മുകളിൽ നിന്ന് ബൈനോക്കുലറും പിടിച്ചിരിക്കുകയാണെന്ന് റോസ് മറുപടി പറഞ്ഞു. എന്തായാലും നാളെ നീ കോളേജിലേക്ക് വായോ, ഇതൊന്നും ചിന്തിക്കാനും സ്വപ്നം കാണാനും നിൽക്കണ്ട. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്, അച്ചു പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തുവെങ്കിലും റോസ് മറക്കാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും പ്രതീക്ഷയോടെ ജന തുറന്ന് അവൻ്റെ മുറിയിലേക്ക് നോക്കി. ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ പുസ്തകം നോക്കി പഠിക്കുന്നത് കാണുമ്പോൾ തന്നെ അവൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി. അവൻ്റെ ആഗ്രഹങ്ങളിലേക്ക് അവൻ വേഗം അടുക്കണമെന്ന് അവൾ മനസ്സുകൊണ്ട് ഒരു നേരം പ്രാർത്ഥിച്ചു. ക്ലാസ്സിൽ ഇന്ന് പതിവിലെ ഉത്സാഹത്തിലായിരുന്നു അവൾ. അതെന്താണ് എന്ന് അച്ചുവിന് മനസ്സിലായെങ്കിലും അവൾ കൂടുതൽ ചോദിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ പോലൊരു പ്രതീക്ഷ റോസിന് കൊടുക്കരുത് എന്ന് അച്ചു മനസ്സിൽ വിചാരിച്ചിരുന്നു. തുള്ളിച്ചാടി വീട്ടിലേക്ക് വരുമ്പോഴാണ് അവൾ അവരുടെ വീട്ടിലെ കുറച്ച് ഗസ്റ്റുകളെ കണ്ടത്. ഒരു 14-15 പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടെ അവളുടെ അച്ഛനെന്ന് തോന്നിക്കുന്ന ആളുമുണ്ടായിരുന്നു. അവളാണെങ്കിൽ അവനോട് സംസാരിക്കും, അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന ചെടികളെ നോക്കി എന്തൊക്കെയോ പറയുന്നുമുണ്ട്. എന്തോ ആ കാഴ്ച റോസിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ മോളെ അവിടെ നിൽക്കുന്ന, ഇങ്ങോട്ട് വാ. ഉമ്മ വിളിച്ചപ്പോൾ അവൾ യൂണിഫോം പോലും മാറ്റാതെ അങ്ങോട്ട് കയറി. കാക്ക, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ മോൾ. എനിക്കിവിടെ സമയം പോകാനും എന്നോട് കൂട്ടുകൂടാനും ഇവൾ മാത്രമേ ഉള്ളൂ. അവളെ പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞപ്പോൾ അയാൾ അവൾക്ക് പുഞ്ചിരി നൽകി. ഇതെൻ്റെ ഏട്ടനും അവൻ്റെ ചെറിയ മോളുമാണ്. അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉമ്മ പറഞ്ഞപ്പോൾ അവളൊരു പുഞ്ചിരി നൽകി. ആ തട്ടമിട്ട പെൺകുട്ടി അപ്പോൾ അവളെ നോക്കി. അവളും പുഞ്ചിരിച്ചു. അമീറിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ല. ഞാനെന്നാൽ പോട്ടെ, വിരുന്നുകാരൊക്കെ ഇല്ലേ, നിങ്ങൾ സംസാരിക്കി, റോസ് പറഞ്ഞുകൊണ്ട് അവിടെ പോകാൻ നിന്നതും ഉമ്മ കയ്യിൽ പിടിച്ചു നിർത്തി. എന്ത് തിരക്കാണ് നിനക്ക്? ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഞാനിവിടെ പത്തിരിയും ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചേച്ചിക്കും ചേട്ടനും കൂടി ഉള്ളത് ഇവിടുന്ന് പാത്രത്തിലാക്കിത്തരാം, അവർ നിർബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് റോസിനെ ഉള്ളിൽ കയറ്റി. ഉമ്മ അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയാണ്, എപ്പോഴും ഭക്ഷണം നിർബന്ധിച്ച് കഴിപ്പിക്കുകയും തന്നു വിടുകയും ചെയ്യും. വെറും 2 മാസം ആവുന്നതേയുള്ളൂ. പക്ഷേ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് ഭക്ഷണം ഈ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. റോസ് ഓർത്തുകൊണ്ട് ഉമ്മയെ സ്നേഹത്തോടെ നോക്കി. ഇതിൻ്റെ ഇടയിൽ ഉമ്മയുടെ ചേട്ടനായി പറഞ്ഞാൽ യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയിരുന്നു. അതെന്താ ഉമ്മ ആ അങ്കിൾ വേഗം പോയത്? റോസ് അടുക്കളയിൽ ഭക്ഷണം പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുന്ന ഉമ്മയോട് ചോദിച്ചു. അതൊന്നുമില്ല, അവൻ എന്തോ കച്ചവടം ചെയ്യാനായി ഈ ഭാഗത്തേക്ക് വന്നതാണ്. പിന്നെ അവൻ്റെ മോളും എൻ്റെ മോനും നല്ല കൂട്ടാ. ഇന്നത്തെ ദിവസം അവളെ ഇവിടെ ആക്കി നാളെ അവൻ തിരിച്ചു പോകുമ്പോൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോകും, ഉമ്മ പറഞ്ഞുകൊണ്ട് അമീറിനെയും ആ പെൺകുട്ടിയെയും ഉറക്കി വിളിച്ചു. ഭക്ഷണം കഴിക്കാനായി മേശപ്പുറത്തേക്ക് അവർ വന്നു. ചിരിച്ച മുഖത്തോടു കൂടിയാണ് ആ പെൺകുട്ടി അവളെ നോക്കുന്നത്. എന്താ ചേച്ചിയുടെ പേര്? ആ പെൺകുട്ടി ചോദിച്ചു. ഉണ്ടപ്പക്രു, അമീർ കളിയായി ഇടയിൽ കൂടി പറഞ്ഞതും ഉമ്മ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു. നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട് അമ്മി, ഉമ്മ കണ്ണുറ്റി പേടിപ്പിച്ചപ്പോൾ അവൻ പിന്നെ ഒന്ന് അടങ്ങി റോസിൻ്റെ മുഖത്ത് നോക്കി. റോസ് എന്തു ചെയ്യണമെന്നറിയാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ കളിയാക്കിയത് വിഷമം തോന്നിയില്ല. പക്ഷെ എന്ത് സംസാരിക്കണം, എങ്ങനെ തുടങ്ങണം എന്നറിയാത്തൊരവസ്ഥ. ആ പെൺകുട്ടി ഇപ്പോഴും അവളെ തന്നെ നോക്കുകയാണ്.
ചേച്ചിയുടെ കവിൾ നല്ല ഭംഗിയുണ്ട്. ഇക്ക പറയുന്ന പോലെ മുണ്ടപ്പക്രം ഒന്നുമല്ല, നല്ല രസമുണ്ട് കവിൾ. ആ കുട്ടി പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിക്കാതെ അവളുടെ കവിളിലായി പിടിച്ചു വലിച്ചതും റോസ് അന്തം വിട്ട് അവളെ നോക്കി. അമീറാണെങ്കിൽ റോസിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ പേര് റോസ് എന്നാ അവളെ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ആണോ, നല്ല പേര്, ഇക്ക പറഞ്ഞിരുന്നു. ഇവിടെ ഒരു ന്യൂ ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ. എൻ്റെ പേര് ആയിഷ എന്ന. എന്നെ എല്ലാവരും പാത്തു എന്ന് വിളിക്കുക. ചേച്ചി അങ്ങനെ വിളിച്ചോ? ഇപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിൻ്റെ വെക്കേഷനാണ്, അവൾ പറഞ്ഞു. റോസ് അപ്പോൾ അവളെ തന്നെ നോക്കുകയായിരുന്നു. ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ആ പെൺകുട്ടി ഒരു ടീനേജുകാരിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പാലപ്പം പോലെയുള്ള അവളുടെ നിറവും പൂച്ചക്കണ്ണും കണ്ടാൽ തന്നെ ഏതോ അപ്സരസാണ് എന്ന് തോന്നുന്നു. അടുത്തായി ഇറങ്ങിയ തട്ടത്തി മറയത്ത സിനിമയിലെ ഇഷ തലുവാറിനെ പോലെയൊക്കെ അവൾക്കൊരു നിമിഷം അവളെ തോന്നിപ്പോയി. മുസ്ലിം പെൺകുട്ടികൾക്ക് ഇത്രയും ഭംഗിയോ എന്തോ അവളുടെ ഉള്ളിൽ അപകർഷത തോന്നാൻ ഇത് ധാരാളമായിരുന്നു. അമീറാണെങ്കിൽ അവളോട് ഒപ്പം കാണിക്കുന്നു. പത്തിരിയിട്ട് കൊടുക്കാനും കറിയൊഴിച്ചു കൊടുക്കാനും എല്ലാം അവൻ മുന്നിലാണ്. ഉമ്മ ഇതെല്ലാം കണ്ട് പുഞ്ചിരിക്കുന്നു. താൻ മാത്രമേ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്നതും അമീർ അവളെ നോക്കി. എന്താ ചേച്ചി വേഗം നിർത്തിയത്? ചേച്ചി അത്യാവശ്യം നന്നായി കഴിക്കുന്നതാണല്ലോ, ഡയറ്റ് വല്ലതും തുടങ്ങിയോ? അമീർ ചോദിച്ചു. ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെ റോസ് അവനെ നോക്കി കണ്ണുറ്റിക്കൊണ്ട് വേഗം എഴുന്നേൽക്കാൻ വേണ്ടി നിന്നതും അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി. അതാരും കണ്ടില്ലെങ്കിലും അവൾ അത് വ്യക്തമായി കണ്ടു. ചെറുക്കന് മനസ്സിലാവുന്നില്ല, ഒരു പ്രത്യേകതരം സ്വഭാവം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കുറച്ചു നേരം കൂടി ഉമ്മയും ആയിഷയും അവനും എല്ലാം കൂടി ഇരുന്ന് സംസാരിച്ചു. ആയിഷ ഓരോന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും അവളുടെ സൗന്ദര്യവും അവൻ്റെ അടുത്തുള്ള കൂട്ടിപ്പിടിച്ചുള്ള ഇരുത്തവും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് ആയിഷ വളരെ സുന്ദരിയാണ്. പിന്നെ പ്രായത്തിൽ തന്നേക്കാൾ ഒരുപാട് ചെറുതും. പിന്നെ കസിൻസാണ്. അതുകൊണ്ടാവും ഇത്ര അടുപ്പം അവൾ ഓർത്തു. അമീറാണെങ്കിൽ അവളെ കളിയാക്കാനായി മാത്രം വാതുറക്കുന്നുണ്ട്. ഇവൻ ഇത്രയും മിണ്ടുമോ എന്നുവരെ റോസ് ഓർത്തുപോയി. സമയം ഏകദേശം വൈകുന്നേരം കഴിഞ്ഞു. ബാങ്ക് കൊടുക്കാൻ നേരമായി എന്ന് പറഞ്ഞ് അമീർ പള്ളിയിൽ പോയതും റോസും തിരിച്ചു പോകാൻ നിന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്നും നാൻസിയുടെ ഉറക്കെയുള്ള വിളി കേട്ടിട്ടാണ് റോസ് തിരിച്ചു പോകാൻ നിന്നത്. ഉമ്മ അടുക്കളയിലേക്ക് കയറി പാത്രത്തിലായി കറിയും പത്തിരിയും അവൾക്കാക്കി കൊടുക്കാൻ തുടങ്ങി. ഐഷയും കൂടെ അടുക്കളയിലേക്ക് വന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ റോസുമായി ഒരുപാട് അടുത്തു. അവളെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ തോളിൽ മുഖം വെച്ചുകൊണ്ടാണ് അവൾ ഓരോന്ന് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അമ്മായി, ഇപ്രാവശ്യം ഇക്ക ഡോക്ടറാവുമല്ലേ? അവൾ ചോദിച്ചു. എന്തിനാ പെണ്ണെ? അവൻ വേഗമായിട്ട് ഉമ്മ കളിയാക്കുന്ന പോലെ ആയിഷയോട് ചോദിച്ചു. എന്തിനാ എന്നോ? എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേഗം നിക്കാഹ് നടത്താലോ. എൻ്റെ +2 ഒന്ന് തീർന്നു കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ഞാൻ, ആയിഷ നാണിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് റോസ് ഇടിവിട്ടേറ്റ പോലെ അവർ രണ്ടുപേരെയും നോക്കി. അമ്മി കേൾക്കണ്ട, അവനിപ്പോൾ നിക്കാഹ് എന്ന് ഒന്നും കേൾക്കുന്നതേ ഇഷ്ടമല്ല. പഠിക്കാൻ മടിച്ചിട്ടല്ലടി നീ എൻ്റെ ചെക്കനെ കേട്ടതെന്ന് പറയുന്നത്. മര്യാദയ്ക്ക് +2 കഴിഞ്ഞ് കോളേജിൽ പോയി പഠിച്ചോ, ഉമ്മ പറഞ്ഞു. അല്ലമ്മ, ഇവർ കല്യാണം കഴിക്കാൻ പോവണോ? റോസ് ആകാംക്ഷ ചോദിച്ചു. ആയിഷ വേഗം അവളെ തൻ്റെ നേരെ തിരിച്ചു നിർത്തി. അതെ ചേച്ചി, ഇക്കുവിനോട് പറയണ്ട, സീക്രട്ടാണ്. എൻ്റെ മുറിച്ചെറുക്കനാണ് ഇക്കു. എനിക്ക് പ്രായപൂർത്തിയായാൽ ഞങ്ങൾ വേഗം കല്യാണം കഴിക്കും. അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കും വേണ്ട, അമ്മായിയുടെ കൂടെ എന്നും ഫുഡ് അടിച്ചിരിക്കാം. വെറും ഒരു 15 വയസ്സുകാരിയുടെ പക്വതയെ കുറുമ്പോടുകൂടി പറയുന്ന ആയിഷയുടെ വർത്തമാനത്തിൽ റോസിൻ്റെ ഹൃദയം കീറിമുറിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് കയറിയതും നാൻസിയുടെയും സോളമൻ്റെയും ചോദ്യങ്ങളൊന്നും അവൾ വ്യക്തമായി മറുപടി കൊടുത്തില്ല. കയ്യിലുള്ള പാത്രങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറി കണ്ണാടിയിൽ നോക്കി. അപകർഷത വീണ്ടും കൂടി. അവനെ സ്നേഹിക്കാനായി മനസ്സ് വെമ്പുമ്പോൾ യോഗ്യതയില്ലെന്ന് ആരോ ഉള്ളിൽ പറയുന്ന പോലെ. റോസ് ഉടനെ തന്നെ അച്ചുവിനെ ഫോൺ വിളിച്ച് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. ഒരു ഉമ്മച്ചിക്കുട്ടിയെ കണ്ടതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവർ മുസ്ലിംസ് അല്ലേ? അവരുടെ ഇടയിൽ ഈ കസിൻസ് തമ്മിലുള്ള കല്യാണം സാധാരണ കാര്യമാണ്, അച്ചു പറഞ്ഞു. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അതും പോയി. അവൻ്റെ നോട്ടത്തിൽ എന്തോ ഒരു താല്പര്യം എന്നോട് തോന്നിയിരുന്നു. പക്ഷേ എല്ലാം എൻ്റെ തോന്നലാണ്. ആ പെണ്ണിൻ്റെ മുന്നിൽ വെച്ച് പോലും എന്നെ കളിയാക്കി, റോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ റിയാലിറ്റി മനസ്സിലാക്ക്. സൗന്ദര്യം കൊണ്ട് അവൻ നിന്നേക്കാൾ ബെറ്റർ കിട്ടും. ഇത് നിന്നെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല. ഞാനും നീയുമെല്ലാം ആവറേജ് ആണടി. നമുക്ക് ഈ ലെവലുള്ളവരെ ആഗ്രഹിച്ചാൽ മതി. എന്തിനാ വെറുതെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? ഇവിടെ മതവും വേറെ, സാമ്പത്തിക സ്ഥിതിയും വേറെ. അവനാണെങ്കിൽ ചേച്ചി എന്ന് മുഖത്ത് നോക്കി നിന്നെ വിളിച്ചു. താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നീയായി പോകേണ്ട. നമുക്കിത് വേണ്ട പെണ്ണെ, അച്ചു പറഞ്ഞു തീർന്നതും മറുവശത്തു നിന്നും അവളുടെ തേങ്ങൽ കേട്ടു. റോസ് കേൾക്കുന്നുണ്ടോ? വേവലാതിയോടെ അച്ചു ചോദിച്ചു. ഉണ്ട്, നീ പറഞ്ഞതാ ശരി. എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ഞാൻ കളയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും പപ്പയും അമ്മയും വന്നിരുന്നു. എടി,
അടുത്ത ആഴ്ച ഞങ്ങളുടെ 25ാം ആനിവേഴ്സറിയാണ്. പള്ളിയിൽ പോയപ്പോൾ എല്ലാവരും പാർട്ടി വെക്കുന്നില്ലേ ചോദിച്ചു. ഞായറാഴ്ച ഒരു പരിപാടി വെച്ചാലോ? എന്താ നിന്റെ അഭിപ്രായം? നാൻസി ചോദിച്ചു. അതിനെന്താ അമ്മച്ചി, വെച്ചോ. അവൾ ഒഴുക്കം മട്ടി മറുപടി പറഞ്ഞു. നിന്റെ കൂട്ടുകാരെ വിളിക്കണോ? പപ്പ ചോദിച്ചു. അച്ഛനെ വിളിക്കാം, അവൾ പറഞ്ഞു. പള്ളിയിലുള്ളവരെയും കുറച്ചടുത്ത ബന്ധുക്കളെയും മാത്രം മതി. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. നിന്റെ മമ്മിക്ക് പത്രാസ് കാണിക്കാനാ, പപ്പ അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിച്ചു. ഞാൻ കേട്ടു. കൂടുതൽ പറയണ്ട. പിന്നെ അയൽക്കാരെ കൂടി വിളിക്കണം. ആ ഇത്തിയ മോനെ എന്തായാലും വിളിക്കണം. അവർ ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്തോരം ഭക്ഷണമാണ് ഉണ്ടാക്കി തന്നത്. എന്തായാലും പോകുന്ന മുമ്പ് അവർക്കൊരു ഫുഡ് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. റോസേ, നാളെ നീ പോയി ചെന്ന് വിളിച്ചോണം കേട്ടോ. നീയാണ് അവരുടെ ദത്തുപുത്രി. ആ ചെറുക്കനോടും വരാൻ പറയണം, നാൻസി പറഞ്ഞു. ഞാൻ പറയില്ല, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അയ്യോ, എന്തു പറ്റി രാജകുമാരിക്ക്? അല്ലെങ്കിൽ ഏതു നേരം അവരുടെ വീട്ടിൽ പോയി മൂക്കുമുട്ടെ തിന്നിട്ട് ഇപ്പോൾ ഒന്നുകൂടി ഉരുണ്ട് പോള് പോലെയായി. എന്നിട്ട് നിനക്ക് ആ ചെറുക്കനെ വിളിക്കാൻ വയ്യ, അഹങ്കാരി, നാൻസി ചീറി. അല്ലെങ്കിലും ഇവൾ വിളിക്കുന്നത് മാന്യതയല്ല, നമ്മൾ തന്നെ പറയണം, പപ്പ പറഞ്ഞപ്പോൾ പിന്നെ നാൻസി ഒന്ന് അടങ്ങി. ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. റോസ് ഇപ്പോൾ തീരെ അമീറിൻ്റെ വീട്ടിൽ പോകാതെയായി. അവനെ ജനത്തുറന്ന് കണ്ടാലപ്പോൾ ശത്രുത ദേഷ്യത്തിൽ പാതിക്കൊട്ടിയടയ്ക്കും അവൾ. അവൻ ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നെ അവനും അത് ഒരു അലോസരമായി തോന്നി. അവനും പിന്നെ അവളെ ശ്രദ്ധിക്കാൻ നിന്നില്ല. അങ്ങനെ ആനിവേഴ്സറി ഫംഗ്ഷനായി. രാത്രി പരിപാടി ആയതുകൊണ്ട് തന്നെ ചെറിയ പന്തലും മിന്നുന്ന വിളക്കുകളും കാറ്ററിംഗ് സർവീസ് അടക്കം അത്യാവശ്യം വലിയ പരിപാടി തന്നെ. ഒരു സൈഡായി ചെറിയ ബാർ കൗണ്ടറുണ്ട്. അമീർ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഉമ്മയുടെ ഒപ്പം അങ്ങോട്ട് ചെന്നു. അവിടെ അച്ചുവിൻ്റെ ഒപ്പം അവളുടെ കൈ പിടിച്ച് തൻ്റെ പരിഭവങ്ങൾ പറയുന്ന അവൾ അവനെ കണ്ടു. കണ്ടിട്ടും കാണാതെ പോലെ തിരിഞ്ഞു പോകുന്ന അവളെ അവനെ ഉറക്കെ വിളിച്ചു. റോസമ്മേ, ഒന്ന് നിന്നേ. അമീറിൻ്റെ വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി.